കോഴിക്കോട്ട് സിപിഎമ്മിനുള്ളിൽ വിമത നീക്കം കരുത്താർജിക്കുന്നു. വിഭാഗീയത മാധ്യമ സൃഷ്ടിയെന്ന് ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി 24 മണിക്കൂർ പിന്നിടും മുൻപ് അണികൾ വീണ്ടും തെരുവിലിറങ്ങിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പി.കെ. ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതും പി.കെ. ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതുമാണ് അണികളെ പരസ്യ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ സിപിഎം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ആ വിമത നീക്കം നമ്മൾ കണ്ടതാണ്. പി.കെ. ദിവാകരനെ ഒഴിവാക്കിയതിനെതിരെ അന്ന് വലിയ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. പിന്നീട് എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിപിഎമ്മിനകത്ത്? ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി.കെ. ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ വടകരയിൽ പാർട്ടി അണികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ഇവരുടെ പ്രതിഷേധം ഫേസ്ബുക്കിലൂടെയാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് പരസ്യമായി തന്നെ ഈ തെരുവിലേക്ക് അണികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ അതിനെ തുടർന്ന് ഈ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് അടക്കം പറഞ്ഞിരുന്നത് ആ പ്രതിഷേധ പ്രകടനങ്ങളിലൊന്നും പാർട്ടിയുടെ നേതാക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല എന്നതാണ്. എന്നാൽ ആ പ്രസ്താവന നടത്തി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വീണ്ടും വടകരയിൽ ഒരു പ്രതിഷേധ പ്രകടനം ഇന്നലെ നടക്കുകയുണ്ടായി. അതിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രവുമായിട്ടുള്ള മണിയൂർ പഞ്ചായത്തിലും തിരുവള്ളൂർ പഞ്ചായത്തിലുമാണ് ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. കൃത്യമായി തന്നെ ഈ പാർട്ടി തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന മുദ്രാവാക്യമാണ് ഇന്നലെ അണികൾ വിളിച്ചത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം പാർട്ടിക്ക് പുറത്താണ് എന്നും ഇന്നലെ അണികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇത്തരത്തിൽ കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്ത് വിമത നീക്കം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ 50-ലധികം പേർ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച പാർട്ടിയിലെ സഖാക്കൾ ഇന്നലെ തെരുവിലിറങ്ങി പാർട്ടിക്കെതിരെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാര്യം ഇന്നലെ വടകരയിൽ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്കേറെ വേരുകളുള്ള ഒരു സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനവുമായി അണികൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇന്നലെ ഈ മെഹബൂബ് ഈ കോഴിക്കോട് സിപിഎം ജില്ലാ സെക്രട്ടറി അടക്കം മെഹബൂബ് അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ നേതാക്കളാരും അല്ലെങ്കിൽ അതിലുണ്ടായിട്ടില്ല, ബാക്കിയെല്ലാം ഈ വിമത നീക്കം എന്നതടക്കമുള്ളതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്നതൊക്കെ അടക്കം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് എടുത്തിരുന്നത്. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് അങ്ങനെയല്ല, കൃത്യമായി തന്നെ പാർട്ടിയിൽ വിമത നീക്കമുണ്ട്, അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലുണ്ടായ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച പാർട്ടി അണികൾ നടത്തിയ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് ഇടഞ്ഞു നിൽക്കുന്നവരെ ഈ വടകരയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്തിയ ആ സാഹചര്യം ഇതുപോലെ ഈ വടകരയിൽ ഒരു വിമത നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അത്തരത്തിൽ സിപിഎം നേതൃത്വത്തിന് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ അവിടെ ഉണ്ടായി. നിലവിലെ നേതൃത്വത്തോട് കലഹിച്ചുകൊണ്ടാണ് അവിടെ ടി.പി. ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള അണികൾ പാർട്ടി വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്പോൾ വടകരയിൽ കാണുന്നു എന്ന് വേണമോ പറയാൻ? തീർച്ചയായും. അതായത് എല്ലാ കാലത്തും സിപിഎം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിമത ശബ്ദം ഉയരുന്ന സാഹചര്യത്തിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു നടപടി സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നടപടിയാണ്. പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച പാർട്ടിക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ. 1ഉം 2ഉമല്ല 51 വെട്ടുവെട്ടിയാണ് ടി.പി. ചന്ദ്രശേഖരനെ സിപിഎം ഇല്ലാതാക്കിയത്. അത് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ കൂടിയായിരുന്നു. അങ്ങനെ ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും വടകരയിൽ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു ശബ്ദം വടകരയിൽ നിന്ന് പാർട്ടിക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്, വിമത നീക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വടകരയിൽ വിമത നീക്കം സിപിഎമ്മിന് തലവേദനയാവുകയാണ്.